الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഇത്തിഖാഫിൻ്റെ തുടർച്ച അല്ലാഹു തആല മജ്‌ലിസ് കബൂലാക്കട്ടെ. നാഫിയായ ഇൽമു പഠിക്കാൻ ജീവിതത്തിലേക്ക് വളർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബയാനു തരീഖി ഫി റിയാദത്തി സുബിയാൻ ഫി അവ്വലി നസ്ബിഹിം വവജ്ഹു തഅദീബിഹിം വതഹ്സീനി അഖ്ലാഖിഹിം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സന്താനങ്ങളെ, കുട്ടികളെ പരിപാലിക്കുന്നതിനെ കുറിച്ച്. തുടക്കം മുതൽ തന്നെ അവരെ തർബീയത്ത് ചെയ്യുക, പരിപാലിക്കുക, അവരെ സ്വഭാവം നന്നാക്കുക, അവരെ അച്ചടക്കം പഠിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. ഏലം അന്നത്തൊരീഖ ഫി റിയാദത്തി സുബിയാനി മിൻ അഹമ്മിൽ ഉമൂരി വഔഖദിഹ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം മുസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ വിശദമായി തന്നെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന വിഷയം ഈ മഹത്തായ ഗ്രന്ഥത്തിൽ ഇനിയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യത്തോടുകൂടെ ഓരോ രക്ഷിതാക്കളും കാണേണ്ട ഒരു വിഷയമാണ് മക്കളുടെ വിഷയം. മക്കള് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മക്കൾ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്നുണ്ട്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിൻ്റെ പ്രൗഢിയാണ്, ഭംഗിയാണ് മക്കൾ എന്ന് പറയുന്നത്. ഹദീസിൽ കാണാം, റീഹുൽ വലദി മിൻ റീഹിൽ ജന്ന. നമ്മൾ സന്താനങ്ങളെ ചുംബിക്കാറുണ്ട്, അവരെ മണം അത് സ്വർഗത്തിലെ മണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മാ ഉലിദ ഫി അഹ്ലി ബൈത്തിൻ ഉലാമുൻ ഇല്ലാ അസ്ബഹ ഫീഹിം ഇസ്സുൻ ലം യകുൻ. ഒരു വീട്ടിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതുവരെ ഇല്ലാത്ത ഒരു ഇസ്സത്ത് ആ വീട്ടിലുണ്ടാവുമെന്നാണ്. അതാണ് കുട്ടികൾ എന്ന് പറയുന്നത്, വല്ലാത്തൊരു ബറക്കത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ആ അനുഗ്രഹം, അതിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത് കുട്ടികൾ ഇല്ലാത്ത ആളുകളുടെ സങ്കടം കാണുമ്പോഴാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 8-10 കൊല്ലമായിട്ടും മക്കളില്ലാത്ത ദമ്പതിമാർ അവർ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തൊട്ട അയൽവക്കത്ത് അയൽവാസികളുടെ മക്കൾ അവരെ മുറ്റത്തിങ്ങനെ ചാടി ഓടി കളിക്കുന്നത് കാണുമ്പോൾ ഈ ദമ്പതിമാരൊന്ന് ശ്രദ്ധിച്ചാൽ അവരെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടാവും. ആ മക്കളെ നോക്കിക്കൊണ്ട് അവർ കണ്ണീർ വാർക്കുകയാണ്. കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിൻ്റെ വില അറിയാമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ മക്കളില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് മക്കളുടെ വില നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് മക്കൾ എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, മഹാനവറുകൾ പറയുന്നു, വസ്വബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി. കുട്ടി, മക്കൾ എന്ന് പറയുന്നത് അമാനത്ത് സ്വത്താണ്, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്താണ്. അപ്പം അതിനെ വളരെ ശ്രദ്ധിച്ചായിരിക്കണം നമ്മൾ കൊണ്ട് നടക്കേണ്ടത്, വളർത്തേണ്ടത്. മഹാന്മാരായ അമ്പിയാക്കൾ വരെ മക്കളെ ഇല്ലാത്ത വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത പല അമ്പിയാക്കളും ദുആ ചെയ്തത് ഖുർആനിൽ കാണാൻ സാധിക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 120 വയസ്സ് വരെ മക്കളുണ്ടായിട്ടില്ല. സൂറത്തു സ്വാഫാത്തിൽ കാണാം, മഹാനവറുകൾ ദുആ ചെയ്യുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ മക്കളെ തരണേ എന്ന് മഹാനവറുകൾ ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഇത് നമുക്ക് വലിയ പാഠമുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറേ വർഷമായിട്ട് നമ്മൾ നിരാശാവേണ്ട ആവശ്യമില്ല. എനിക്ക് കുട്ടികളുണ്ടാവില്ല. 120ാമത്തെ വയസ്സിലാണ് മഹാനവറുകൾക്ക് കുട്ടി ഉണ്ടാകുന്നത്. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം, അതുപോലെ ഇസ്ഹാഖ് നബി തുടങ്ങിയിട്ടുള്ള മക്കളൊക്കെ അല്ലാഹു തആല പിന്നീട് കൊടുത്തു. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത് സൂറത്ത് മറിയമിൽ കാണാൻ സാധിക്കും. ഇതിനാദ സക്കരിയ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിഥീൻ. അല്ലാഹു എന്നെ നീ ഒറ്റക്കാക്കല്ല, എനിക്ക് വാരിഥീങ്ങളായിട്ട് അനന്തരാവകാശികളായിട്ട് മക്കളെ തരണേ എന്ന മഹാനാവുകൾ ദുആ ചെയ്തത് ഖുർആനിൽ കാണാൻ സാധിക്കും. അങ്ങനെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന മകനെ കൊടുത്തു. അപ്പം അമ്പിയാക്കളടക്കം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മക്കൾ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു സന്തോഷമാണ്.
വീട്ടിലൊരു ഇസ്സത്താണ്, ബറക്കത്താണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മക്കൾ തന്നെ നമുക്ക് ശത്രുക്കളാകുമെന്നും ഫിത്നയാകുമെന്നും ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു തഗാബുനിലെ 1-2 ആയത്തുകൾ നോക്കൂ നിങ്ങൾ. അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും. നിങ്ങളെ ഭാര്യമാരിലും നിങ്ങളെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാ പറയുന്നത്. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പല മക്കളുടെയും മാതാപിതാക്കളുള്ള പെരുമാറ്റവും മക്കളെ കരങ്ങളെ കൊണ്ട് മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങളെ മക്കളിൽ നിങ്ങളെ ശത്രുക്കളുണ്ട്, നിങ്ങളെ ഭാര്യമാരിലും നിങ്ങളെ ശത്രുക്കളുണ്ട്. അപ്പൊ അത് വളരെ ഗൗരവത്തോടു കൂടെ കണക്കിലെടുക്കേണ്ടതാണ്. തൊട്ടുടനെ അല്ലാഹു തആല പറയുന്ന അടുത്ത ആയത്ത്, 15-ാമത്തെ ആയത്ത്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ഫിത്നയാകുന്ന അവസ്ഥ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മക്കളെ വളർത്തുന്ന വിഷയം എന്നത്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏത് കുട്ടിയും ഇവിടെ ജനിക്കണ സമയത്ത് നല്ല പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഒരു കുട്ടിയും കള്ളുകുടിയനായി ജനിക്കണില്ല, തമ്മാടിയായി ഒരു കുട്ടിയും ജനിക്കുന്നില്ല. അത് ആരുടെ മക്കളാണെങ്കിലും ശരി. പിന്നെ എങ്ങനെയാണ് അവർ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ ഒന്നാമത്തെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫഅബവാഹു, അവന്റെ ഉമ്മയും ഉപ്പയുമാണ്, യുനസ്സിറാനിഹി ഔ യുഹബ്ബിദാനിഹി ഔ യുമജ്ജിസാനിഹി. ഈ കുട്ടിയെ വഴികേടിലേക്ക് എത്തിക്കുന്നത്, ഒരു പക്ഷേ നസ്രാനിയായി യഹൂദിയായി മതം മാറ്റം വരെ സംഭവിക്കുന്നത് മാതാപിതാക്കളുടെ അശ്രദ്ധ കൊണ്ടാണെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പൊ പേരൻസ് ആകുന്ന നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, പേടിക്കേണ്ട ഒരു വിഷയമാണ്. പേരൻസ് ആകാനിരിക്കുന്ന ആളുകളാണെങ്കിലും മക്കൾ ഉണ്ടാകുക എന്നതല്ല, അവരെ നല്ല നിലക്ക് വളർത്തി ദുന്യാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി കൊണ്ടുവരിക എന്നുള്ളതൊരു വളരെ ശ്രമകരമായ ഒരു പണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് മഹാനവറുകൾ ഒരു അധ്യായം തന്നെ ആ വിഷയത്തിൽ കൊണ്ടുവന്നിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളെ സ്വഭാവ സംസ്കരണവും സ്വൽസ്വഭാവത്തെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി മക്കളുടെ സ്വഭാവവും അവരെ നന്നാക്കുന്ന വിഷയമാണ് അടുത്ത അധ്യായത്തിൽ മഹാനവറുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷിതാവ്, ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും, പല കടപ്പാടുകളും മക്കളുമായി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പല ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കണം, മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവ് ഉണ്ടാവില്ല. ഏത് ഒരു കള്ളുകുടിയനാണ് എടുത്തു നോക്കൂ, ആ കള്ളുകുടിയനും ചിന്തിക്കണ എന്താണ്, എൻ്റെ മോൻ കള്ളുകുടിയാണാൻ ചിന്തിക്കുമോ? ഒരിക്കലും ചിന്തിക്കൂല. മോൻ നന്നാകണം. ഏതൊരാളും, ഇനി പഠിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിലും അവൻ ചിന്തിക്കുന്നത് എനിക്കേതായാലും പഠിക്കാൻ കഴിഞ്ഞില്ല, മക്കളെങ്കിലും പഠിച്ച് ഉഷാറാവട്ടെ. അപ്പൊ മക്കള് നന്നാകണം, ഉഷാറാകണം, ഇത് ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള രക്ഷിതാക്കളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയുന്നത്. രക്ഷിതാവ് എന്ന് പറയുന്നത് ആ വേർഡ് തന്നെ നോക്കൂ നിങ്ങൾ, രക്ഷിക്കുന്ന ആളെന്നാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ. മക്കളെ രക്ഷിക്കണം, ദുന്യാവിലും രക്ഷിക്കണം, ആഖിറത്തിലും രക്ഷിക്കണം. അതന്നാണ് രക്ഷിതാവ് എന്ന അർത്ഥമുള്ള പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മക്കൾ നന്നായി കിട്ടാൻ, ഉഷാറാവാൻ പേരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5-6 വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ ഓരോന്ന് വിശദീകരിക്കാം. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് മക്കളെ തന്നത് അല്ലാഹു തആലയാണ്. മക്കൾക്ക് ഹിദായത്ത് കൊടുക്കേണ്ടതും മക്കളെ നന്നാക്കേണ്ടതും അല്ലാഹുവാണ്. അപ്പൊ അതുകൊണ്ട് 1 നമ്പറായി നമ്മൾ ചെയ്യേണ്ടത് എന്താ? അള്ളാഹുവിനോട് ദ്വാരക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് വേണ്ടി, കുടുംബം നന്നാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നവരെ മദ്ഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ ദ്വാ നമ്മളൊക്കെ പഠിക്കണം. നമുക്കൊക്കെ അറിയുന്നതായിരിക്കാം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുർരിയാത്തിന ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, ഞങ്ങളെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർക്ക സന്തോഷം നൽകുന്ന അവസ്ഥ നൽകണേ എന്നാണ് അതിന് ദ്വാന്റെ അർത്ഥം. അത് 5 വക്തിലും നമ്മൾ കേൾക്കണം.
മക്കൾ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ അത് ദ്വാരക്കണം. ഇത് ഖുർആൻ പഠിപ്പിച്ച ദുആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ദുആണ്. ഇനി ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. ഉപ്പയുടെയും ഉമ്മയുടെയും ദുആ എന്ന് പറഞ്ഞാൽ വലിയ എഫക്റ്റ് ഉള്ള ദുആ. അത് രണ്ട് നിലക്കും എഫക്റ്റ് ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ദുആഉൽ വാലിദി ലിവലദി, ഒരു രക്ഷിതാവ് മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നത് യഖ്ലിൽ ഹിജാബ് എന്നാണ്. ഈ ഹിജാബിനെ അള്ളാഹു നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതിന് പല മറകളുണ്ട്, പല തടസ്സങ്ങളുണ്ട്. എന്നാൽ ഒരു രക്ഷിതാവ് മക്കൾക്ക് വേണ്ടി ദ്വാരുന്നാൽ ഹിജാബില്ല എന്നാണ്. ആ ദുആ ഡയറക്റ്റ് എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് പോകുമെന്ന്. അതിന്റെ ഉദാഹരണങ്ങൾ ഒന്ന് നോക്കൂ നിങ്ങൾ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഗ്രന്ഥത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ മുസന്നിഫ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഉപ്പ ദ്വാരുന്ന ആ ദുആന്റെ ഫലാണ് ഇന്നിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മുഹമ്മദ് തൂസി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഗസാലി ഇമാമിന്റെ ഉപ്പ. സാധാരണക്കാരനാണ്, പണ്ഡിതനൊന്നുമല്ല, സയ്യിദൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, പണ്ഡിതന്മാരുമായിട്ട് നല്ല കണക്ഷനാണ്. ആലിമീങ്ങളെ സദസ്സിൽ പോയി കുത്തിരിക്കും, വഅളിന്റെ സദസ്സിൽ പോയി കുത്തിരിക്കും. കിട്ടിയ ചാൻസിൽ പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും ഹിദ്മത്ത് എടുക്കാൻ ചാൻസ് കിട്ടോ അത് നോക്കി നടക്കുന്ന പണിയാണ്. കിതാബ് വൈൻഡ് ചെയ്ത്, അതുപോലെ സ്റ്റിച്ച്, ഡ്രസ്സ് നൂല് കൊണ്ട് തുണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആനവറുകള് ഉപ്പ പണ്ഡിതന്മാര് വഅള് പറയുന്ന സമയത്ത് ആ വഅളിന്റെ സദസ്സിൽ പോയി കുത്തിരിക്കും. എന്നിട്ട് കരയും, വഅള് കേട്ട് ഇങ്ങനെ കരയും. ആ കരച്ചില് അദ്ദേഹം ദുആ ചെയ്യും, അല്ലാഹുവേ, ഈ പണ്ഡിതൻ ഇങ്ങനെ വഅള് പറഞ്ഞ് ജനങ്ങളൊക്കെ ഹിദായത്താക്കുന്ന ഇങ്ങനത്തെ ഒരു മകൻ എനിക്ക് തരണേ എന്ന് കണ്ണീരൊലിപ്പിച്ച് ദ്വാരക്കും. അതുപോലെ ഉസ്താദന്മാര് മുദരിസന്മാര് ദർസ് നടത്തുകയാണെങ്കിൽ ആ ദർസിലും പോയി കുത്തിരിക്കും. ഒന്ന് തിരിഞ്ഞിട്ടൊന്നല്ല, എന്നാലും ഇൽമാണല്ലോ അങ്ങനെ ഓതി കൊടുക്കുന്നത്. ആ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കണ ഒരു വർക്കത്തല്ലേ. അപ്പൊ അങ്ങനെ വലിയ വലിയ കിതാബുകളൊക്കെ ദർസ് നടത്തും, ഈ ഉപ്പ അവിടെ പോയിട്ട് കുത്തിരിക്കും. എന്നിട്ട് ഇങ്ങനെ ആ പണ്ഡിതൻ അങ്ങനെ നോക്കും, അല്ലാഹ്, ഇങ്ങനെ കിതാബ് എത്തി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫഖീഹായ ഒരു പണ്ഡിതൻ എനിക്ക് തരണേ. അവിടെയും കരഞ്ഞിട്ട് ദ്വാരക്കും. ഇങ്ങനെ നിരന്തരം ദ്വാരന്ന് ആ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് കൊടുത്തതാണ് രണ്ട് മക്കൾ അല്ലാഹു തആല കൊടുത്തു. അതിലൊരു മകനാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബിന്റെ മുസന്നിഫ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മറ്റൊന്ന് അബുൽ ഫുത്തൂഹ് അഹ്മദ് തൂസി. അല്ലാഹു തആല രണ്ട് ദുആ ഇജാബത്ത് ചെയ്തു. ആ ഇജാബത്തിന്റെ ഫലാണ് ഇന്ന് ലോക പ്രശസ്ത പണ്ഡിതന്മാരാണ് ഇവർ രണ്ടുപേരും. ഗസാലി ഇമാമിനെ പരിചയമില്ലാത്തവരാരുമില്ല. അഹ്മദ് തൂസി എന്ന് പറയുന്നവര് ഭയങ്കര വായിലാണ്, ലോകത്ത് അറിയപ്പെട്ട ഒരു വായിലാണ്. ആ രണ്ട് ദുആക്കും ഇജാബത്ത് ചെയ്തു. അതുകൊണ്ട് രക്ഷിതാക്കളാകുന്ന നമ്മള് മക്കൾ നന്നാകാൻ വേണ്ടി, അവരെ ഉയർച്ചക്കും വളർച്ചയ്ക്കും വേണ്ടി 5 വക്തിലും ദ്വാരക്ക് ഒന്നാമത് ചെയ്യാനുള്ളതാണ്. മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, മഹാനവറുകളെ മകനെ ദർസിൽ കൊണ്ടുപോയി ചേർത്തു. മകൻ ഒന്നും തിരിയുന്നില്ല, പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, അങ്ങനെ കിതാബ് നോക്കുന്നില്ല, എന്ന് മനസ്സിലാകുന്നില്ല, എന്നൊക്കെ വിറകോട്ട് പല ശ്രമങ്ങളും നടത്തി നോക്കി, ഒന്നും വിജയിക്കുന്നില്ല. അവസാനം ഒരു രാത്രി ഉപ്പയാകുന്ന അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു കരഞ്ഞങ്ങോട്ട് ദ്വാരന്ന് അല്ലാഹുവോട്, റബ്ബേ, എൻ്റെ മകൾക്ക് നല്ല ഫോർമ കൊടുക്കണേ, നല്ല ഇൽമ കൊടുക്കണേ എന്ന് ആ രാത്രി കരഞ്ഞങ്ങോട്ട് ദ്വാരന്ന്. പിറ്റേന്ന് തന്നെ ആ ദ്വാന്റെ ഫലം കണ്ടു. പിറ്റേന്ന് തന്നെ മകൻ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന മകൻ അതാ കിതാബ് നോക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല പല ഗ്രന്ഥങ്ങളും ആ മകൻ രചിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് മാതാപിതാക്കളുടെ ദുആ. അത് വലിയ എഫക്റ്റാണ്. അത് ഗുണത്തിലും അങ്ങനെ തന്നെയാണ്, ദോഷത്തിലും അങ്ങനെ തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 3 ദുആകൾ വലിയ ഇജാബത്തുണ്ട്. കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞ് ദഅവത്തുൽ വാലിദി അലാ വലദി. നമ്മൾ മക്കൾക്ക് എതിരായി ദ്വാരുന്നാലും അത് പെട്ടെന്ന് ഭരിക്കും. മക്കളെ ശപിച്ചുകൊണ്ടൊരു വാക്ക് നമ്മൾ പറഞ്ഞു പോകരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മക്കൾക്ക് അനുകൂലമായി ദ്വാരുന്നാലും ഫലം ചെയ്യും, പ്രതികൂലമായി ദ്വാരുന്നാലും ഫലം ചെയ്യും. രക്ഷിതാക്കളുടെ ദുആക്ക് അങ്ങനത്തെ ഒരു ഇജാബത്താണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ പറ്റുള്ളൂ. നീ നശിച്ചു പോട്ടെ അങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞു പോകരുത്. അത് വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, മാതാപിതാക്കൾ. അപ്പൊ ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് അതാണ്.
അള്ളാഹുവിനോട് ദ്വാരക്കുക. മക്കൾ നന്നാകുന്ന വിഷയത്തിൽ അവർ സ്വാധീനങ്ങളാകാൻ, അവർ പഠനത്തിൻ്റെ മറ്റു ഉയർച്ചയുടെ വിഷയത്തിൽ നമ്മൾ നല്ലത് ദ്വാരക്കുക. രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നല്ലതിന് പഠനത്തിലും അങ്ങനത്തെ വിഷയത്തിലും നല്ല മോട്ടിവേഷൻ നമ്മൾ കൊടുക്കണം. പേരൻസാണ് ആദ്യം മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. സപ്പോർട്ട് ചെയ്യുക, നല്ല പ്രോത്സാഹനം കൊടുക്കുക. അത് നല്ല ഫലം ചെയ്യും. നമുക്കറിയാം, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഉപ്പ ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്. ഉമ്മയാണ് പിന്നെ പോറ്റി വളർത്തിയത്. മഹാനവറുകൾ അത്രയും ഉയർച്ചയിലും വളർച്ചയിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ കൊടുത്തത് ആരാന്നറിയാം? ഉമ്മയാണ്. നമുക്കറിയാം, 10-17 കൊല്ലം നാട്ടിൽ പഠനം പൂർത്തിയാക്കിയിട്ട് ബഗ്ദാദിലേക്ക് പോകാൻ ഉമ്മയുടെ ആശീർവാദം വാങ്ങിയിട്ടാണ് പോകുന്നത്. ഉമ്മ ദുആ ചെയ്തു കൊടുത്തു, ഉമ്മ ഉപദേശം കൊടുത്തു. കളവ് പറയരുത് എന്ന് മാലയിലൊക്കെ നമ്മൾ പാടുന്നുണ്ട്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ, ഉമ്മ കൊടുത്ത ഉപദേശമാണ് ഉമ്മ. അങ്ങനെ മക്കള് പ്രചോദനം കൊടുക്കുക. മക്കൾ നന്നാകാനും പഠിക്കാനും ഉഷാറാകാനും എപ്പോഴും പേരൻസിന്റെ ഭാഗത്തു നിന്ന് പ്രചോദനം ഉണ്ടായിരിക്കണം. മഹാനായ ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു, നോക്കൂ നിങ്ങൾ, ലോക പണ്ഡിതന് ആരാ പിന്നിൽ പ്രവർത്തിച്ചെന്നറിയോ? ഉമ്മയാണ്, രക്ഷിതാവാണ്. ഉപ്പ ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്. 2 ഗസയിലാണ്, നമുക്കറിയാവുന്ന ഗസന്റെ അവസ്ഥ. ഗസയിലാണ് മഹാനവറുകൾ ജനിച്ചത്. അവിടെ നിന്ന് പിന്നെ മക്കയിലേക്കും അതുപോലെ പല രാഷ്ട്രങ്ങളിലേക്കും ഉമ്മയുടെ സപ്പോർട്ട് പ്രകാരം മഹാനവറുകൾ യാത്ര ചെയ്തത്. എന്തിന് യാത്ര ചെയ്തു? ഇൽമു പഠിക്കാൻ വേണ്ടി. കഷ്ടപ്പെട്ടൊരു കുടുംബമാണ്. മഹാനവറുകൾ പഠിക്കണ സമയത്തൊക്കെ ഭക്ഷണത്തിൻ്റെ ഒക്കെ അവസ്ഥകൾ ഈ വത്തക്കയുടെ തോലും അങ്ങനത്തെ ഒക്കെ തിന്നിട്ടുകൊണ്ടാണ് മഹാനവറുകൾ ലഭിച്ചത്. എഴുതാൻ പേപ്പറൊന്നുമില്ല, കല്ലുമലക്കാണ് എഴുതി വെച്ചത്. അങ്ങനെയാണ്, അത്രയും കഷ്ടപ്പെട്ടൊരു കുടുംബമാണ്. പക്ഷെ ഉമ്മയുടെ ഒരു മോട്ടിവേഷനും പ്രചോദനവും അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയെന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പ്രവചനം നടത്തിയ ഒരു ഹദീസ് കാണാം. ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർളി ഇൽമ. ലോകം മുഴുവനും ഇൽമു നടക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശാഫി ഇമാമിനെ കുറിച്ചാണെന്ന് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഉപ്പയും ഉമ്മയുമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സംഭവം ചരിത്രം കാണാം. ഫറൂഖ് എന്ന് പറയുന്ന സ്വഹാബി വര്യൻ, അദ്ദേഹം ഒരിക്കൽ യാത്ര പോവുകയാണ്. ഒരു ദീർഘയാത്രയാണ്, യുദ്ധവും അതുപോലെ കച്ചവടം മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ ഗർഭിണിയായ ഭാര്യയോട് ചെലവിനുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഒരു 30,000 ദീനാർ ഏൽപ്പിച്ചിട്ട്, പ്രസവിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ ഉഷാറായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം യാത്ര പോയി. ഏകദേശം 27 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെ നാട്ടിലേക്ക് എത്തിയപ്പോൾ നാടൊക്കെ മാറിയിട്ടുണ്ട്. 27 കൊല്ലം കഴിഞ്ഞ് എന്നാൽ ഇപ്പോൾ 10 കൊല്ലം 2 കൊല്ലം മുമ്പ് ഗൾഫ് പോയ ആളിപ്പോൾ ഈ വന്നിട്ട് ഈ ഹൈവേ നോക്കി അങ്ങനെ ഉണ്ടാവും. ഇവനൊന്നും മനസ്സിലാവില്ല രീതിയില്ല. 27 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അങ്ങനെ വീടൊന്നും മനസ്സിലാണില്ല. കുറേ പരതി അന്വേഷിച്ചിട്ട് പിടിച്ച അവസാനം വീട്ടുമുറ്റത്തെത്തി. എത്തിയിട്ട് വാതിലിന് മുട്ടി. അങ്ങനെ വാതിലിന് മുട്ടിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്നു. പരിചയമില്ല ഇതാരാന്നുള്ളത്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഈ വന്ന് നിൽക്കുന്ന ആളോട് പറഞ്ഞു, നിങ്ങളാരാ? ഞങ്ങളെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ. അപ്പൊ തിരിച്ച് ഇയാളും, നീ ആരാ? എൻ്റെ വീടാണല്ലത്, നീ എവിടുന്ന് വന്നതാ? എൻ്റെ വീട്ടിൽ സമ്മതല്ല, നീ എന്താ കയറി? ഇവർ തമ്മിൽ പ്രശ്നം. സംഭവം ഇയാളെ മകനാണ്, 27 കൊല്ലമായി പോയിട്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടി വലിയ പ്രശ്നം നടന്നുകൊണ്ട് അപ്പോഴാണ് ഉമ്മ ഭാര്യ വീട്ടിൽ പുറത്തേക്ക് വന്നിട്ട്, നിങ്ങളാരും പറഞ്ഞാക്കണ്ട, അതെൻ്റെ ഭർത്താവാണ്, 10-27 കൊല്ലം മുമ്പ് പോയതാണ്. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ മകനാണ്. അന്ന് പോകുന്ന സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു, എന്നെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് പോയ മകനാണ്. അങ്ങനെ ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയി. അങ്ങനെ ഈ മകൻ പള്ളിയിലേക്ക് പോയി. ഉപ്പ ഫറൂഖ് എന്ന് പറയുന്ന അദ്ദേഹം ഭാര്യയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, എന്തായി, ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കേൾപ്പിച്ചു പോയതല്ലേ, എന്താ മകൻ്റെ അവസ്ഥ? അപ്പം ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ച് വരി, എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാതെ. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോരുന്ന സമയത്തുണ്ട് ഒരു ഭാഗത്ത് ഭയങ്കര ഒരു ദർസ് നടക്കുന്നു. ഭയങ്കര ദർസ്, നൂറുകണക്കിന് പണ്ഡിതന്മാർ ആ സദസ്സിൽ
ആരുണ്ടെന്നറിയാം? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മദ്ഹബിൻ്റെ ഇമാം. അപ്പോൾ ഇദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ആരാ ദർസ് നടത്തുന്നത്? നോക്കുമ്പോൾ 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അതെൻ്റെ മകൻ, നേരത്തെ വീട്ടിൽ നിന്ന് കണ്ട മകൻ. അത്ഭുതപ്പെട്ടു. വീട്ടിലേക്ക് വന്ന് വലിയ സന്തോഷം അറിയിച്ചു. 30,000 ദിർഹം നിങ്ങൾ ഏൽപ്പിച്ചത് അതതിൻ്റെ സ്ഥലത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഭാര്യയോട് അറിയിച്ചു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്താൻ പറ്റിയ ഒരു ചെറുപ്പക്കാരനെ വളർത്തിയെടുത്തത് ആരാണ്? ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയുടെ കഠിനാധ്വാനം, ഉമ്മയും ഉപ്പയും മക്കൾ നന്നാകുന്ന വിഷയത്തിൽ, ഉഷാറാണ് വിഷയത്തിൽ എത്രത്തോളം കഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ഫലം കാണും. ഇനി നമ്മളെ നാടുകളിലേക്ക് തന്നെ ഭൗതികമായിട്ട് തന്നെ ചിന്തിച്ചു, പല വലിയ വലിയ ഉന്നത സ്ഥാനങ്ങൾ കിട്ടിയ ഭൗതികമായ ആളുകളെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് പലതും കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഈ കാണുന്ന ലൈറ്റുകൾ, ഈ ബൾബുകൾ, ഇത് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്, തോമസ് ആൽവ എന്ന് പറയും. ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടാണ് ഇന്ന് നമ്മൾ ലൈറ്റ് ഫുള്ള് പ്രകാശിക്കുന്നത്, ലോകം മുഴുവൻ പ്രകാശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ അറിയുന്നത്, ചെറുപ്പത്തിൽ ഒന്നും ചെയ്യാത്തൊരു കുട്ടിയാണ്. അങ്ങനെ സ്കൂളിലൊക്കെ മണ്ട എന്ന ഈ കുട്ടിയെ വിളിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ടീച്ചർ ഒരു ലെറ്റർ എഴുതി കൊടുത്തു, മാതാവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുട്ടിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ലെറ്റർ കൊണ്ടുപോയിട്ട് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു, മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം മാതാവ് ലെറ്റർ ഇങ്ങനെ വായിച്ചിട്ട് കണ്ണീരൊലിപ്പിച്ചു. അപ്പം ഈ കുട്ടി, എന്താ അമ്മ കഴിയണത്? അപ്പോൾ മകനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ മാതാവ് വായിച്ചത്, അതിൽ എഴുതിയതല്ല വായിച്ചത്, മാതാവ് വായിച്ചത്, അതാണ് നമുക്ക് പാഠം. മാതാവ് വായിച്ചത് ഈ മകൻ തോമസ് ആൽവ ആ കുട്ടിയെക്കുറിച്ച് ചെയ്തിട്ട്, നിങ്ങളുടെ മകൻ ഒന്നും തിരിയാത്ത മണ്ടൻ. എഴുതിയത് ഒന്നാണ്, പക്ഷെ ഉമ്മ വായിച്ചത് നിങ്ങളെ മകൻ വലിയ മിടുക്കനാണ്. നിങ്ങളെ മകനെ പഠിപ്പിക്കാൻ പറ്റിയൊരു ടീച്ചർ ഈ സ്കൂളിലില്ല. അതുകൊണ്ട് ഉന്നതമായ പഠനം നടത്താൻ നിങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തണം. ഉമ്മ അങ്ങനെ വായിച്ച്. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ഇതിനെക്കുറിച്ചാണല്ലോ എഴുതിയത്. അങ്ങനെ കത്ത് അവിടെ എടുത്ത് മടക്കി വെച്ചു. അങ്ങനെ വീട്ടിലിരുത്തിക്കൊണ്ട് ആ മാതാവ് പഠിപ്പിച്ചിട്ടുണ്ടായി. അങ്ങനെ പഠിപ്പിച്ച് വലിയ ഉഷാറായി ശാസ്ത്രജ്ഞനായി ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഒരിക്കലും വീട് വൃത്തിയാക്കുന്ന സമയത്ത് ഒരു 35 വയസ്സായിരുന്നു ഏകദേശം. അപ്പോൾ ഈ ലെറ്റർ കിട്ടി. ഈ ലെറ്റർ കിട്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ വായിച്ചു നോക്കുകയാണ്. അന്ന് ഉമ്മ വായിച്ച സ്കൂളിൽ നിന്ന് കൊടുത്തയച്ച ലെറ്റർ, അതിൽ എഴുതിയെന്താ എന്നറിയോ? നിങ്ങളുടെ മകൻ മരമണ്ടനാണ്, അവനെ ഈ സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കും. നിങ്ങൾ ആലോചിച്ചു, ഒരു പേരൻ്റ്, ഒരു ഉമ്മയും ഉപ്പയും മകനെ എങ്ങനെ മോട്ടിവേഷൻ ചെയ്യണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ്. മകളെ അല്ലെ മകനെ, നീ നന്നാവില്ല, നീ ഒന്നും തിരിയാത്തവനാണ്, മണ്ടനാണ്, ഇങ്ങനത്തെ ഒരു വേർഡ് ഒരു ഉപ്പ ഉപയോഗിക്കരുത്, ഉമ്മ ഉപയോഗിക്കരുത്. മറ്റുള്ളവർ കുറ്റം പറഞ്ഞാൽ പോലും നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് മാത്രമേ, പ്ലസ് പോയിന്റ് മാത്രമേ മക്കളെ കുറിച്ച് പറയൂ. ഉമ്മയുടെ ആ ലെറ്റർ നേരെ ഉൾട്ടാക്കി വായിച്ച ആ ഒരൊറ്റ വായനൻ്റെ പവറാണ് ആ കുട്ടിയുടെ മനസ്സ് മാറിയത്, കുട്ടിയുടെ മൈൻഡ് മാറിയത്, വലിയ അറിയപ്പെട്ട ശാസ്ത്രജ്ഞനായിട്ട് മാറിയത്. ഈ നമ്മുടെ ഇന്ത്യൻ്റെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് ഉണ്ട്, പാതിരാ സമയത്ത് 4 മണിക്ക് ഞാൻ ചിലപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കാല് നനയുന്നു. എന്താ നോക്കുമ്പോൾ ഉമ്മ എഴുന്നേറ്റിരുന്ന് നിസ്കാരപ്പാലിൽ കരയാണ്. ആ കരയുന്ന കണ്ണുനീരാണ് എൻ്റെ കാലിലേക്ക് ഉറ്റി വീഴുന്നത്. ആ APJ അബ്ദുൽ കലാം നോക്കൂ നിങ്ങൾ, ലോകമറിയപ്പെട്ട നമ്മുടെ മിസൈലൊക്കെ കണ്ടുപിടിച്ച് ഇന്ത്യൻ്റെ പ്രസിഡൻ്റായി മാറിയത് ഒരു കുഗ്രാമത്തിൽ ജനിച്ച കുട്ടിയുടെ ഉമ്മയുടെ ഒരു പ്രേരണയും പ്രാർത്ഥനയാണ്. ഇപ്പോൾ നമ്മളെ കോഴിക്കോടിലേക്ക് നമുക്കറിയപ്പെട്ട കുറച്ച് മുമ്പ് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും ന്യൂസ്. ആസിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 2 കൈയും ഇല്ല, വൈകല്യം. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഖത്തറിൽ ഇത് നടന്നില്ലേ, വേൾഡ് കപ്പിൽ, അത് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് ഈ കുട്ടിയെ എന്ന് മാത്രമല്ല, ഈ കുട്ടി എവിടുത്തെ, ഈ കുട്ടിയുടെ പിതാവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പിതാവ് പറയാണ്, ഈ കുട്ടിയെ ഗർഭം ചുമന്ന സമയത്ത് ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഈ കുട്ടിയെ ഒഴിവാക്കണം, മോശം ചെയ്യണം.
കാരണം അത് ജനിച്ചാൽ നിങ്ങൾക്ക് തലവേദനയായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ രണ്ടുപേരും അള്ളാഹുവിൻ്റെ ഖളാഅാണ്, അള്ളാഹുവിൻ്റെ തീരുമാനം, ഡോക്ടർമാർ പറയുന്നത് പോലെയല്ല. ഈ കുട്ടി ജനിച്ചാൽ നിങ്ങൾക്ക് തലവേദനയായിരിക്കും, പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ ഖളാഇൽ വിശ്വസിച്ച് അത് തൃപ്തിപ്പെട്ടുകൊണ്ട് ആ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ വളർത്തിയ കുട്ടി ഇന്ന് എവിടെ എത്തി നോക്കൂ നിങ്ങൾ. ലോകത്ത് അത്ഭുത ബാലന്മാരെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യപ്പെട്ട 500ഓളം കുട്ടികളുണ്ട്. ആ കുട്ടികളെ കൂട്ടത്തിൽ 4ാം സ്ഥാനത്ത് ഈ ആസിം എന്ന കുട്ടിയാണ്. 2 കൈയില്ല. ഇതൊന്നും നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ആസിം വെളിമണ്ണ എന്നടിച്ചാൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഈ കുട്ടി നീന്തൽ മത്സരം നടത്തി, 2 കൈയില്ലാത്ത കുട്ടി ഫസ്റ്റ്. നിങ്ങൾ അയച്ചു നോക്കും, 3ഓ 4ഓ സ്വർണ്ണ മെഡൽ ഈ കുട്ടി കരസ്ഥമാക്കി. അപ്പൊ നമ്മൾ കുട്ടികൾ ഏത് വൈകല്യമുള്ളവരാണെങ്കിലും ഉമ്മയും ഉപ്പയും എത്ര ഹിമ്മത്തോടുകൂടെ എത്ര പ്രചോദനം കൊടുത്തുകൊണ്ട് അവരെ വളർത്തുന്നുണ്ടോ അതിനനുസരിച്ചാണ് കുട്ടിയുടെ വളർച്ചയും ഉയർച്ചയും. അപ്പൊ അവര് നന്നാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യമാണ് സൂചിപ്പിച്ചത്. ഒന്ന് പ്രാർത്ഥന. അപ്പൊ 5 വക്തിലും മക്കൾ നന്നാകാൻ വേണ്ടി നമ്മൾ പറയുന്നത്. ഇന്നത്തെ കാലം പ്രത്യേകിച്ച് നമുക്കറിയാം വളരെ മോശപ്പെട്ട ചുറ്റുപാടിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. 3ാമത്തത് സ്വലാഹുൽ അബവൈൻ. ബാപ്പയും ഉമ്മയും നല്ല ജീവിതം നയിക്കണം. വീട്ടിലെ അന്തരീക്ഷം നല്ലതായിരിക്കും. അതിനനുസരിച്ചാണ് മക്കളുടെയും അവസ്ഥ ഉണ്ടാകുക. അത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ കുട്ടികൾ കാണുന്നതും നമ്മൾ ഫോളോ ചെയ്യുന്നതും ഉമ്മനെയും ഉപ്പനെയാണ്. അപ്പം ഉമ്മയും ഉപ്പ എങ്ങനെ ജീവിക്കണത് അത് കണ്ടിട്ടായിരിക്കും മക്കൾ വളരുന്നത്. അതുകൊണ്ട് മക്കൾ നന്നാകണം എന്ന് ചിന്തിക്കുന്ന ഏതൊരു പേരൻസ് ആണെങ്കിലും വീട്ടിൽ നല്ലൊരു ജീവിതം അവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ ഉമ്മയും ഉപ്പ എപ്പോഴും അടിപിടി ഫൈറ്റിങ് നടത്തുന്ന കളാട്ടാക്കുന്ന മാതാക്കളാക്കുക, ഈ മക്കളും ഫുള്ള് കളാട്ടന്നെ പ്രശ്നം തന്നെ. ഇവർ കണ്ടതാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ജീവിതം, വീട്ടിലെ നമ്മളെ അന്തരീക്ഷം, ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മക്കൾ നന്നാകണമെങ്കിൽ ഉപ്പയും ഉമ്മയും സ്വാലിഹാകാനത്. നമ്മൾ അൽ-കഹ്ഫ് സൂറത്തിൽ നമ്മൾ ഓതുന്നുണ്ട്, കാന അബൂഹുമാ സ്വാലിഹ. ആയത്ത് നമ്മൾ കാന അബൂഹുമാ സ്വാലിഹ. എന്താണ് പറഞ്ഞത്? മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്ര നടന്നൊക്കെ ചരിത്രം അൽ-കഹ്ഫിൽ പറയുന്നുണ്ട്. ഒരു നാട്ടിലെത്തിയ സമയത്ത് അവിടുത്തെ ഒരു മതില്, പൊളിഞ്ഞു കിടക്കുന്ന ഒരു മതില് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം നേരാക്കി കൊടുത്തു. ആ നാട്ടുകാർ ഇവരെ തീരെ മൈൻഡ് ചെയ്തില്ല, അവർക്ക് ഭക്ഷണം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യം പിടിച്ചു ചോദിച്ചു, എന്തിനാണ് നമ്മളെ സ്വീകരിക്കാത്ത, ഒരു വെള്ളം പോലും തരാത്ത ഇവരെ മതിൽ നിങ്ങൾ എന്തിനാ നന്നാക്കി കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഈ ചുമരിൻ്റെ ഉള്ളിൽ അടിയിൽ 2 യതീം മക്കളുടെ സമ്പത്ത് കുഴിച്ചിട്ടുണ്ട്, അത് അവർക്ക് കിട്ടണം. മതിൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തുകാരും വരൂല. അപ്പൊ അതവർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. എന്നിട്ട് കാരണം പറഞ്ഞെന്താ അറിയോ? അതാണ് വക്കാന അബൂഹുമാ സ്വാലിഹ. കാരണം ഇവരെ ഉമ്മയും ഇവരെ രക്ഷിതാക്കള്, ഈ 2 മക്കളുടെയും രക്ഷിതാക്കൾ എന്തായിരുന്നു? സ്വാലിഹീങ്ങളായിരുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറിൽ കാണാം, ഉമ്മയും ഉപ്പയും സ്വാലിഹീങ്ങളാണെങ്കിൽ മക്കൾക്ക് എല്ലാ സംരക്ഷണം ഉണ്ടായിരിക്കും, മക്കൾ നന്നാകാൻ അത് കാരണമായിരിക്കും. ഒരു ചെറിയൊരു സംഭവം പറയാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഉപ്പ മകന്റെ കേസുമായിട്ട് വന്നു. എന്താ കേസ് എന്നറിയാം? മകനെ പിടിച്ചുകൊണ്ടാ വന്നത്. കേസ് മകന് വല്ലാതെ അടിക്കുന്നു, ചീത്ത പറയുന്നു. പല പേരൻസിനും ഉണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ മകന്റെ വേഗത്തിൽ തിരിച്ചിട്ട് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ മകൻ പറഞ്ഞു, ശരിയാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ എന്ന് വെച്ച് കുട്ടി. ശരിയാണ്, ഉമ്മനെയും ഉപ്പനെയൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം, പറഞ്ഞതൊക്കെ അനുസരിക്കണം. പക്ഷേ മാതാപിതാക്കൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കടപ്പാടുണ്ടോ എന്ന് ഈ കുട്ടി. അപ്പൊ ആ ചോദ്യം കേട്ടപ്പോ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി സംഗതി എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ളത്. ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞല്ലോ, മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകൾ, ബാധ്യതകൾ. അപ്പൊ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന്, മക്കൾ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ ശ്രദ്ധിക്കണം. കല്യാണം കഴിക്കണ സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. കല്യാണം കഴിക്കണ സമയത്ത് ദീനുള്ള ഭാര്യയെ തിരഞ്ഞെടുക്കണം.
നല്ല സ്വാലിഹത്തിനെ തിരഞ്ഞെടുക്കണം. അത് വാപ്പന്റെ ബാധ്യത. മക്കൾ നന്നാകണം എന്ന് ആഗ്രഹിക്കണം. അപ്പൊ ഒന്നതാ, ഉമ്മ ഭാര്യ സ്വാലിഹത്തായിരിക്കണം. മറ്റൊന്ന്, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല പേര് വിളിക്കണം. മൂന്നാമത്തെ ഒരു ബാധ്യത പറഞ്ഞു കൊടുത്തു, അയ്യോ അല്ലിമഹു, കുട്ടിക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ 3 കടപ്പാട്. ഇനിയും ഒരുപാട് കടപ്പാടുണ്ട്, പ്രധാനപ്പെട്ട 3 അപ്പോ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ ആ കുട്ടി പറഞ്ഞു, എന്നാൽ ഈ 3 കടപ്പാടിലും ഉപ്പ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തത് നിങ്ങൾ പറഞ്ഞത് നല്ല സ്വാലിഹത്തിനെ തിരഞ്ഞെടുക്കണം എന്നല്ലേ? എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചത് ഒരു ജാനിയത്തിനെ, വേശ്യപ്പെണ്ണിനെയാണ് എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചത്. അവിടെ തന്നെ പോയി. ഇനി രണ്ടാമത്തെ കാര്യം, മക്കൾക്ക് നല്ല പേര് വെക്കണം എന്നല്ലേ? ഉപ്പ എനിക്കിട്ട പേരെന്താണെന്നറിയും? ജുവല് എന്നാണ്. ജൂല് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഈ വണ്ട് എന്നറിയും. വണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാട്ടൊക്കെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ചെറിയത്. അതിൻ്റെ അർത്ഥത മക്കൾക്ക് പേരിടുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ ഇത് വിളിച്ചിട്ട് കളിയാം. അപ്പൊ ഉപ്പ പേരിട്ടത് അങ്ങനെ. പിന്നെ പഠിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഇതുവരെ ഒരു ഇൽമും പഠിപ്പിച്ചതിന് ഒരാളെടുത്തും എന്നെ കൊണ്ടുപോയിട്ട് ഇൽമു പഠിക്കാൻ ഒരു ഉസ്താദ് എന്നെ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ഉപ്പ ഒരു കർഷകനാണ്, ആടും പോത്തൊക്കെ ഉണ്ട്. അപ്പൊ എന്നെയും ചെറുപ്പത്തിൽ ഉപ്പ തന്നത് എന്താ അറിയോ? എൻ്റെ കയ്യിൽ വടിയിലിരുന്നിട്ട് പോത്തിന്റെ പിന്നാലെ പോയി പോന്നു. അങ്ങനെ ഞാൻ എന്താ പഠിച്ചത്? പോത്തിനടിക്കാനും ആടിനടിക്കാനും. വാപ്പൊരു പോത്ത് കൊടുത്തു. ഇതെന്താ പറയുന്നത്? ഇതാണ് ആ കുട്ടി ഉടനെ തന്നെ ഉമറിയല്ലാഹുവിനോ ആ കുട്ടിയോട് കുറ്റപ്പെടുത്താനില്ല. ഇവിടെ ആ കുട്ടിയോട് കാണിക്കേണ്ടതായ കടപ്പാടുകൾ, കാര്യങ്ങൾ അത് ചെയ്യുന്ന വിഷയത്തിൽ വാപ്പ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഏർപ്പാടാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായ ആ കടപ്പാടുകൾ അത് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാഹ് എന്നുള്ളത്. നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം നമ്മൾ നല്ലതായിരിക്കണം. ഇപ്പൊ ഇഷാ മൗദാനം പറയാം, മഗ്‌രിബ് നിസ്കരിച്ച് ഇഷാ മഗ്‌രിബ് നമ്മളെ മുൻകാലത്തുള്ളൊക്കെ നമ്മൾ തബാറക്ക് ഓതും, മറ്റ് സൂറത്തുകളൊക്കെ ഓതും. ഇത് കാണുന്ന കുട്ടികൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളെ കൂടെ ഇരിക്കും. യാസീൻ ഓതാനും തബാറക്ക് ഓതാനൊക്കെ, മാല മൗലിദുകളൊക്കെ ഓതുന്ന വീടാണെങ്കിൽ അവരും അത് കൂടെ ഇരുന്നത്. ഇങ്ങനെ നല്ലൊരു അന്തരീക്ഷം നമ്മളെ വീട്ടിൽ ഉമ്മയും ഉപ്പയും സൃഷ്ടിക്കണം. മറ്റിപ്പോ മദ്രസയിലൊക്കെ നമ്മളെ കുട്ടികൾ അയക്കുന്നുണ്ട്, ശരി തന്നെയാണ്. മദ്രസയിൽ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്നാൽ കാണുന്നത് നേരെ ഓപ്പോസിറ്റാണ്. മൊബൈലിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉപ്പ സമയം കളയുന്നു, അല്ല ഉമ്മ പല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് കുട്ടികൾ എപ്പോഴും കാണുന്നത്. ഈ കുട്ടികൾ അങ്ങനെ തന്നെ പോലെ. അതുകൊണ്ട് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതം കണ്ട് കുട്ടി കേടുന്നു വന്നു പോകരുത്. നമ്മളെ സ്വാലിഹീങ്ങളായ ഒരു ജീവിതം, സ്വലാഹിന്റെ ഒരു ജീവിതം ഉമ്മയും ഉപ്പയും നയിക്കുക. അപ്പൊ ഇത് മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യമാണ് പൂർവ്വപ്പെടുത്തിയത്. ഒന്ന്, നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക. മറ്റൊന്ന്, കുട്ടികളെ നല്ല മോട്ടിവേഷൻ, പ്രചോദനം കൊടുക്കുക പഠനത്തിന്റെ വിഷയത്തിലും അവർ നന്നാകുന്ന വിഷയത്തിലും. മറ്റൊന്ന്, നമ്മൾ നല്ലൊരു ജീവിതം വീട്ടിൽ നയിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഉന്നത സ്ഥാനങ്ങളിലേക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി അല്ലാഹു മക്കളെ ആക്കി തരട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലൈഹി വസല്ലം. صل على جميع الأنبياء والرسل والملائكة والكرام والصالحين إلى رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت